വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഹാക്സ് ആണ് കേട്ടോ ഷെയർ ചെയ്യണത്. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള കേക്കി ഒന്നും അല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ലുക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോഴേക്കും ചെറിയ ചെറിയ ക്രാക്സ് വരിക, അതല്ലാന്നുണ്ടെങ്കിൽ കേക്കി ആയിട്ട് പോവുക, അതല്ലെങ്കിൽ അത്ര സ്മൂത്ത് ആയിട്ട് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ. സ്പെഷ്യലി നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് അങ്ങനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് ആണ്. നിങ്ങൾ ബിഗിനേഴ്സിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണത് രാത്രി 12 മണിക്കാട്ടോ. അതുകൊണ്ടാണ് എൻ്റെ മുഖമൊക്കെ ഇത്തിരി ഇങ്ങനെ കണ്ണൊക്കെ കിറിഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് അല്ലെങ്കിൽ ഹാക്ക് വന്നിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ പോയിട്ട് മേടിക്കാണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണോ ആ ഫൗണ്ടേഷൻ എന്ന് നോക്കുക. എങ്ങനെ നോക്കാൻ പറ്റും? ഈ ഫൗണ്ടേഷൻ്റെ ബേസ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം നമുക്ക് കോമൺലി 3 ഫൗണ്ടേഷൻ ബേസ് ആണ് കണ്ടുവരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് സിലിക്കോൺ ബേസ്ഡ്, പിന്നെ വന്നിട്ട് വാട്ടർ ബേസ്ഡ്, പിന്നെ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളത്. ഇതിനകത്ത് ഈ 3 ബേസിൽ നിങ്ങളുടെ സ്കിന്നിന് ചേരണത് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിത് ഓരോന്നും ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ചേരുന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് സിലിക്കോൺ ബേസ്ഡ്. സിലിക്കോൺ ബേസ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും അതിനകത്ത് സിലിക്കോൺ ആണുള്ളത്. സിലിക്കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ പോർ ഫില്ലിംഗ് ആയിട്ടുള്ളത്, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റണതാണ്. അപ്പോൾ അത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് ചേരുന്നത്. എക്സ്ട്രീംലി ഓയിലി സ്കിൻ എന്ന് പറഞ്ഞില്ല, ഒരു നോർമൽ വരെ ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കായിരിക്കും ഈ ഒരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നല്ലത്. ഈ സിലിക്കോൺ നമ്മൾ ഇപ്പോൾ സിലിക്കോണിൻ്റെ പ്രൈമർ ഇടുമ്പോൾ തന്നെ എന്താ നല്ലോണം ഇങ്ങനെ സ്മൂത്തൻഡ് ആക്കും നമ്മളുടെ സ്കിന്ന്. അതുപോലെ തന്നെ എന്താ ഓയിൽ വെളിയിലോട്ട് വരാതെ അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു സംഗതിയാണ് ഈ സിലിക്കോൺ. പിന്നെ സിലിക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ഡ്രൈ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി നിർത്തും. അതായത് ഒരു നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ നമ്മൾ ഇടാൻ പോണ പ്രോഡക്റ്റിനെയും തമ്മിലൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു സിലിക്കോൺ മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കിന്നിലുള്ള ഹൈഡ്രേഷനെ വെളിയിലോട്ട് പോവാണ്ട് ബ്ലോക്ക് ചെയ്ത് നിർത്താനായിട്ട് ഈ സിലിക്കോൺ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പോഴ്സ് ഉണ്ടെങ്കിൽ പോഴ്സിനകത്ത് ഈ സിലിക്കോൺ ഫില്ലായിട്ടിരുന്ന് നമുക്കൊരു ബ്ലർഡ് എഫക്റ്റ്, അതാണ് ഈ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഒരു സ്മൂത്തൻഡ് ആയിട്ടുള്ള നിങ്ങൾ ടെക്സ്ചറൊക്കെ ഉള്ള സ്കിന്നുള്ള ആളുകളാണെങ്കിൽ മനസ്സിലാവും. സിലിക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ഇടുമ്പോൾ നല്ല ക്വാളിറ്റി ഇല്ല ഫൗണ്ടേഷൻ ഇടുമ്പോഴേക്കും നല്ലോണം ഇങ്ങനെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ ഒരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഫൗണ്ടേഷൻ്റെ ഇപ്പോൾ ഞാനിവിടെ കോമൺ ആയിട്ടുള്ളത് ഈ ഒരു ഫൗണ്ടേഷൻ നമ്മളെല്ലാവരും യൂസ് ചെയ്യണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ടോപ്പ് ആയിട്ടുള്ള ഒരു 5-6 ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുക. അതായിരിക്കും ഈ ഒരു ഫൗണ്ടേഷൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വൺ അക്വ ആണ്, കാരണം ലിക്വിഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അക്വ ആണുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് CONE എന്ന് പറഞ്ഞിട്ടുള്ള എൻഡ് വരുന്ന വേർഡ്സ് ടോപ്പ് 5 എണ്ണത്തിനകത്തുണ്ടോ. അതുപോലെ തന്നെ ANE നോക്കിക്കോ, ANE അതുപോലെ CONE, ഈ 2 വാക്കുകൾ വരണ എൻഡിങ്ങിൽ വരണ വേർഡ്സ് ആണോ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ. ഡൈമെത്തിക്കോൺ അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടില്ലേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കോൺസ് ആണ്. ഇതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ടോപ്പ് 5 ഇല്ലെങ്കിൽ 6 വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഫൗണ്ടേഷൻ ആണോ സെലക്ട് ചെയ്യണത് ആ ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ നോക്കാട്ടോ. ഇതൊക്കെ എനിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യണതാണ്. നിങ്ങളിങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു ടു ഫേസിൻ്റെ ഫൗണ്ടേഷൻ ഭയങ്കര രസമായിട്ട് വരും. നിങ്ങൾക്ക് സ്കിന്നിൽ നിറയെ പോഴ്സൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ ഫേസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫൗണ്ടേഷൻ. ഇനി അടുത്ത് വന്നിട്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ. ഓയിൽ ബേസ്ഡ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഓയിലുണ്ട്. ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ. അപ്പോൾ ഡ്രൈ സ്കിന്നാണ് നിങ്ങളുടെ, മെച്യൂർഡ് സ്കിന്നാണ്, ഏജ്ഡ് സ്കിന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു പാച്ചിനെസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് നാച്ചുറലി എനിവേ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈ ഒരു സിലിക്കോൺ കൊണ്ട് ഓയിൽ വരാതെ തടയാനും മാത്രമുള്ള ഓയിലൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹൈഡ്രേഷൻ ഇല്ല. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നല്ല രസമായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. എന്നാൽ നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണ് ഈ ഓയിൽ ബേസ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇടുന്ന ടൈമിൽ നല്ലോണം ബ്ലെൻഡായിട്ടൊക്കെ പോകും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും
ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഭയങ്കര ഓയിലി ആകുമ്പോൾ എന്ത് സംഭവിക്കും, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും കുറച്ചൊരു ഡൾനെസ് നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്. ഇനി ഓയിലി ബേസ്ഡ് ഫൗണ്ടേഷൻ ആണോ എന്ന് എങ്ങനെ അറിയാം, ഫൗണ്ടേഷൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ഒരു 5 ഇൻഗ്രീഡിയൻറ്റിനകത്ത് ഏതെങ്കിലും സൺഫ്ലവർ ഓയിലെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് ഓയിൽ അതിനകത്ത് ഉണ്ടാകും. ഇനി ലാസ്റ്റ് വന്നിട്ട് വാട്ടർ ബേസ്ഡ് ആണ്. വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. ഇപ്പോൾ ഈ ഒരു സിലിക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്കിന്ന് ഭയങ്കര ഓയിലി ആയി പോവാണ്, കുറേ കഴിയുമ്പോഴേക്കും നല്ലോണം ആ ഒരു സിലിക്കോണിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഓയിൽ വെളിയിൽ വരാണ്, അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ബ്രേക്ക് ഔട്ട്സ് വരാണ്. ചിലർക്ക് ഇങ്ങനെ ഏത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുരു വരുമെന്ന് പറഞ്ഞ് നമ്മുടെ തന്നെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പോഴ്സിനെ ക്ലോഗ് ചെയ്യിപ്പിക്കില്ല. ഈ സിലിക്കോണും ക്ലോഗ് ആക്കത്തില്ല, ഓയിലും ക്ലോഗ് ആക്കത്തില്ല. അപ്പോൾ വാട്ടർ ബേസ്ഡ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആക്നി പ്രോൺ സ്കിന്നാണ്, എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ 3 ബേസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേർന്ന ബേസിലുള്ള ഫൗണ്ടേഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ടിപ്പ് വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനും പ്രൈമറും അത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകളും ഒക്കെ തമ്മിൽ ഈ ബേസ് കറക്റ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഓയിൽ ബേസ്ഡും നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൈമർ വന്നിട്ട് സിലിക്കോൺ ബേസ്ഡും ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോകത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് രണ്ടും തമ്മിൽ ചേരാത്തതുകൊണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൈമർ വാട്ടറും ഇടുന്ന ഫൗണ്ടേഷൻ ഓയിലി ആണെന്നൊക്കെ വാട്ടറും ഓയിലും തമ്മിൽ ഇങ്ങനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ കുറച്ച് കഴിയുമ്പോൾ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഇങ്ങനെ ചിലയിടത്ത് ബ്ലാക്ക്, ചിലയിടത്ത് ഇങ്ങനെ ഫൗണ്ടേഷൻ അങ്ങനെ വിണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഇഷ്യൂ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ പ്രൈമർ മാറ്റി നോക്കണം. കാരണം പ്രൈമറും ഇതും തമ്മിൽ കറക്റ്റ് സിങ്ക് ആവാത്തതുകൊണ്ടാണ് അങ്ങനെ ഇഷ്യൂ വരണേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റ് ബേസ് കറക്റ്റ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ വാട്ടർ ബേസ്ഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ വാട്ടർ ബേസ്ഡ് പ്രൈമർ തന്നെ വാട്ടർ ബേസ്ഡ് പ്രൈമർ കിട്ടും കേട്ടോ. അപ്പോൾ വാട്ടർ ബേസ്ഡ് പ്രൈമർ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ സംഗതികളും വന്നിട്ട് വാട്ടർ ആക്കുക, പൗഡർ ഒഴിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും റിപ്പൽ ചെയ്യണ രീതിയിലുള്ളതൊന്നും യൂസ് ചെയ്യാണ്ട് കറക്റ്റ് ബേസ് കറക്റ്റുള്ള പ്രോഡക്ട്സ് തന്നെ ലെയർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ നല്ല രസമായിട്ട് വരും. ഇനി നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾ വന്നിട്ട്, അതായത് നിങ്ങൾ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാണ്, ഇത് ഏതൊക്കെ ഫൗണ്ടേഷനാണ് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യണ്ടേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിന് നമ്മൾ അറിയണം, നമ്മളുടെ ഫൗണ്ടേഷൻ തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ആണോ, തിന്നായിട്ടുള്ള ഫൗണ്ടേഷൻ ആണോ, മീഡിയം ഫൗണ്ടേഷൻ ആണോ എന്നുള്ളത് അറിയാം. ഇപ്പോൾ എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ എടുത്ത് കാണിച്ചു തരാം. ഈ ഫൗണ്ടേഷൻ്റെ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ, അതല്ലെങ്കിൽ അതിനകത്തുള്ള ഇതായിരിക്കും വരിക, വെള്ളം അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ ആയിരിക്കും വരിക. ഇപ്പോൾ നമ്മളിത് ഈ ഫൗണ്ടേഷൻ ഞാനിങ്ങനെ എടുത്തപ്പോൾ തന്നെ ഈ ഫൗണ്ടേഷൻ കണ്ടോ ഒഴുകി വരണത്. അപ്പോൾ ഇതൊരു മീഡിയം തിക്നെസ് ഉള്ള ഫൗണ്ടേഷനാണ്. എൻ്റെ കയ്യിൽ ഒത്തിരി തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ഇല്ല കാണിക്കാൻ. ഉള്ള ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിലാണ്, ഞാൻ വീട്ടിലാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഇട്ട് കുറച്ചുകൂടി ഇടാം. ഈ ഒരു ഫൗണ്ടേഷൻ കണ്ടോ, ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ള ഫൗണ്ടേഷനും ഇത് കുറച്ചുകൂടി തിന്നായിട്ടുള്ള ഫൗണ്ടേഷനുമാണ്. കണ്ടോ ഒഴുകി വരണ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ തിക്നെസ് എന്തോരം ഉണ്ടെന്ന്. ഇതിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക. ഈ ഒരു ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും കുറച്ചൊരു തിക്നെസ് ഉണ്ട് ഈ ഒരു ഫൗണ്ടേഷന്. എന്നാൽ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ഭയങ്കര ഒരു തിന്നായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ഫൗണ്ടേഷനകത്തുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ഫൗണ്ടേഷൻ തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ആണോ അതോ തിന്നായിട്ടുള്ള ഫൗണ്ടേഷൻ ആണോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ വന്നിട്ട് തിന്നായിട്ടുള്ള ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബഫ് ചെയ്യുക. അതായത് ഞാനിങ്ങനെ നിങ്ങൾ എൻ്റെ ഫൗണ്ടേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇങ്ങനെ കാണിക്കുക. അതല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ യൂസ് ചെയ്യുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് യൂസ് ചെയ്യാം. കാരണം ഇത് തിന്നായതുകൊണ്ട് നമുക്ക് ഈസിലി ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ തിന്നായിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ വന്നിട്ട് ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് അബ്സോർബ് ചെയ്യും, കുറച്ചുണ്ടാവും. അപ്പോൾ നമ്മൾ ഇടുമ്പോഴേക്കും ഒരു പാച്ചി ആയിട്ട് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും ഫൗണ്ടേഷൻ ഇടും. അപ്പോൾ ഭയങ്കര ലെയറിങ്
ബ്ലറിങ് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ഈ ഒരു തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ടൂൾ യൂസ് ചെയ്യുക. അപ്പോൾ തിന്നായിട്ടുള്ള ഫൗണ്ടേഷനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്യണേക്കാട്ടിലും ഓൾവേസ് ബെറ്റർ സ്പഞ്ച് യൂസ് ചെയ്യണം. കാരണം ഈ ഒരു തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ പെട്ടെന്ന് ഈ ഒരു സ്പഞ്ച് അബ്സോർബ് ആക്കില്ല, കാരണം അത് തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ബ്ലെൻഡ് ആക്കുമ്പോഴേക്കും നല്ല ഈവൻലി സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്നിലോട്ടാകും. ഒരുപാട് ലെയർ ചെയ്യേണ്ട ആവശ്യം വരില്ല, നല്ല രസമായിട്ട് നമ്മുടെ സ്കിന്നിലോട്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ഫൗണ്ടേഷൻ ഇടുമ്പോഴേക്കും ബ്രഷാണോ അതോ കൈ കൊണ്ടാണോ അതോ സ്പഞ്ച് കൊണ്ടാണോ? ഈ സ്പഞ്ച് ഉണ്ടല്ലോ ഭയങ്കര വില കൂടിയ സ്പഞ്ചൊന്നും മേടിക്കണമെന്നില്ല. നോർമൽ നമുക്കിങ്ങനെ കടകളിൽ കിട്ടുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഉള്ള സ്പഞ്ചില്ലേ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ലുക്ക് തരും. ഇപ്പോൾ എന്താ ഈ തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് കൊണ്ടിട്ട് യൂസ് ചെയ്യാം. പക്ഷെ എന്താ സംഭവിക്കുക, ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ പുട്ടടിച്ചിട്ടുള്ള പോലെ ഒരു ലുക്ക് വരും. കാരണം ഇത് ഓൾറെഡി തിക്കാണ്. ഈ തിക്കായതുകൊണ്ട് തന്നെ ഈ ബ്രഷ് ഒന്നും അബ്സോർബ് ചെയ്യില്ല, നമ്മുടെ സ്പഞ്ച് ഇച്ചിരിയെങ്കിലും അബ്സോർബ് ചെയ്യും. ഈ ബ്രഷ് ഒന്നും അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഫുൾ കവറേജിൽ നമുക്ക് സ്കിന്നിലോട്ട് വരും. അപ്പോൾ ഒരു പുട്ടി ഇട്ടിരിക്കണ പോലത്തെ എഫക്റ്റ് വരും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ടൈം ഈ ടൂളും കൂടിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഹാക്ക് വന്നിട്ട് ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അണ്ടർ ടോൺ കറക്റ്റ് ഉള്ളത് മേടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഭയങ്കര ആഷി ആയിട്ട് ഫീൽ ചെയ്യും. ചിലരിങ്ങനെ പറയാറുണ്ട്, ഞാൻ എത്ര ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആഷി ആയിട്ട് ഫീൽ ചെയ്യാണ്, കറക്റ്റ് എന്താണ് നമ്മുടെ സ്കിന്ന് പോലെ അല്ല ഫീൽ ചെയ്യണേ, ഡള്ളായിട്ട് പോവാണ്, അങ്ങനെയൊക്കെ പറയും. അത് നിങ്ങളുടെ അണ്ടർ ടോൺ കറക്റ്റ് അല്ലാത്ത കൊണ്ടാണ് കേട്ടോ. അണ്ടർ ടോൺ കറക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെ മേടിക്കുക. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ അണ്ടർ ടോൺ കണ്ടുപിടിക്കാൻ പറ്റാതെ ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാം. നിങ്ങളുടെ വെയിൻസ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വെയിൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഗ്രീൻ കളറാണോ നോക്കുക. ഗ്രീൻ കളറാണെങ്കിൽ നിങ്ങളുടെ വാം അണ്ടർ ടോൺ ആണ്. അതല്ല നിങ്ങൾക്കൊരു പർപ്പിൾ കളറുണ്ട്, ഇല്ലെങ്കിൽ ഒരു എന്താണ് ബ്ലൂ കളറുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ കളറുണ്ട്, അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് വരണമെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർ ടോൺ ആണ്. ഇനി നിങ്ങളുടെ വെയിൻ വന്നിട്ട് ഫുള്ളി ബ്ലൂ കളറാണ്, നല്ല നീല കളറിൽ, നല്ല പർപ്പിൾ കളറിൽ, അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ അണ്ടർ ടോൺ വന്നിട്ട് കൂൾ അണ്ടർ ടോൺ ആണ്. പിന്നെ ഒലീവ് അണ്ടർ ടോണും വരാം കേട്ടോ. അത് പക്ഷേ വളരെ കുറച്ച് ആളുകൾക്കാണുള്ളത്. പക്ഷേ ഈ 3 അണ്ടർ ടോൺ ആണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഫൗണ്ടേഷൻ മേടിക്കാൻ. ഇനി ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് വാമാണോ കൂളാണോ എന്ന് എങ്ങനെ അറിയാം? അത് ഈ ഫൗണ്ടേഷൻ്റെ പേരുകൾ നോക്കാം. അതായത് ഇവരുടെ ഷെയ്ഡ് പേരില്ലേ, ഷെയ്ഡിൻ്റെ നെയിമിനകത്ത് കൊടുത്തിട്ടുണ്ടാവും വാമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ വെബ്സൈറ്റിലുണ്ടല്ലോ അവരിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, കൂൾ അണ്ടർ ടോൺ ഇത്ര ഷെയ്ഡ്, വാം അണ്ടർ ടോൺ ഇത്ര ഷെയ്ഡ്, ന്യൂട്രൽ ഇത്ര ഷെയ്ഡ്, അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പേര് ചെക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഗോൾഡൻ ബീച്ച്. ഈ ഗോൾഡൻ ഇല്ലെങ്കിൽ വാം, ബീച്ച് അങ്ങനെയൊക്കെ വരുന്നത് എപ്പോഴും വാം അണ്ടർ ടോണിലുള്ള സംഗതികളാണ്. ഇങ്ങനെ ഗോൾഡൻ, കാരമൽ അങ്ങനെയൊക്കെ പേര് വരണേ. അപ്പോൾ ഈ ഒരു വാം ടോണിലുള്ള ആളുകൾ കൂൾ ടോണിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആഷി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അണ്ടർ ടോൺ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ അണ്ടർ ടോൺ കറക്റ്റ് ഉള്ളത് നോക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി ഒരു ആഷിനെസ് ഇല്ലാതെ നമ്മളുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അണ്ടർ ടോൺ കറക്റ്റ് നോക്കിയിട്ട് മേടിക്കാം. ഞാൻ ഫൗണ്ടേഷൻ ഹാക്സ് പറഞ്ഞു വന്നപ്പോഴേക്കും ഭയങ്കര നീണ്ടുപോയി തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എത്ര നീട്ടി ഇങ്ങനെ ഭയങ്കര ഇതാക്കിയിട്ട് പറയണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കണം. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ഇടുമ്പോഴേക്കും ഓൾവേസ് വിചാരിക്കുക, മനസ്സിൽ വയ്ക്കുക, ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് അടിപൊളി ലുക്കൊന്നും വരത്തില്ല. ഓൾവേസ് കുറച്ച് മാത്രം ഇടാം. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് വേണമെച്ചാൽ എടുക്കാം. ഒരുപാട് ഇങ്ങനെ നിങ്ങൾക്ക് ഫേസ് നോക്കി എവിടെയാണ് നിങ്ങൾക്ക് കുറച്ച് വേണ്ടത്, എവിടെയാണ് വളരെ ലൈറ്റായിട്ടിരിക്കണത് അവിടെ വേണമെച്ചാൽ കൂട്ടാം. പക്ഷേ ഒരുപാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് മാറ്റി അത് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ചിടാം. നമുക്കൊരു സ്കിൻ ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ലോണം നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ കുറച്ചെടുത്തിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഒരുപാട് പമ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിലവർ
ചിലവരൊക്കെ ഇങ്ങനെ ഒരു 4-5 പമ്പൊക്കെ എടുത്തിട്ട് നല്ലോണം ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്യുന്നത് കാണാം. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കുറച്ചും കൂടെ അറിയണവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു കൺട്രോൾ ഉണ്ടാവും. അങ്ങനെ ഒത്തിരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്ത് അതൊന്ന് ലെവലപ്പ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കഴുകി കളയാമെന്നല്ലാതെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെ കുറച്ച് ആദ്യമേ തന്നെ ഒരു ഹാഫ് പമ്പ് എടുക്കുക. ഹാഫ് പമ്പ് എടുത്തിട്ട് കയ്യിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വളരെ കുറച്ച് മാത്രം ഇങ്ങനെ അകത്ത് നിന്നിട്ട് വെളിയിലോട്ട് ഇട്ട് തുടങ്ങുക. അപ്പോൾ അങ്ങനെ വെളിയിലോട്ട് ഇട്ടിട്ട് എവിടേക്കാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിനടിയിൽ ഡയറക്റ്റ്ലി ഇടരുത്. പിന്നെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസീലർ ഇടുക. ആ ഒരു ഭാഗത്ത് മാത്രം കൺസീലർ ഇടുക. ഒരുപാട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനും പറ്റത്തില്ല. സ്കിന്നിങ്ങനെ ഒരു ഡള്ളായി പോകും. സ്കിന്നിൽ ആക്നീസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെ കുറച്ച് നമുക്ക് ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളതല്ലേ, അല്ലാണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ കുപ്പി തീർക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.